ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി, ഇടതുപക്ഷ സ്വതന്ത്രനായി വന്നിട്ടുള്ള പ്രതിനിധി, ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറയാൻ കഴിയില്ലല്ലോ, അദ്ദേഹം പറഞ്ഞത് മഞ്ഞപ്പിത്തം ബാധിച്ച എല്ലാവർക്കും എല്ലാം മഞ്ഞയായി തോന്നും എന്നാണ്. അത് മാത്രമല്ല, ജനാധിപത്യത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തിലെ പിശകാണ് എന്നും പറയുന്നുണ്ട്. ഈ സ്ക്രീനിൽ അദ്ദേഹം ഇരിക്കുന്ന കസേരയിൽ മാത്രമാണ് ഞാൻ മഞ്ഞ കാണുന്നത്, എനിക്ക് ബാക്കി എങ്ങും ഞാൻ മഞ്ഞ കാണുന്നില്ല. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ എല്ലാവർക്കും മഞ്ഞപ്പിത്തം ബാധിച്ചിരിക്കുന്നു. ചിലർ പറയാറുണ്ട്, നല്ല മനോരോഗികൾ പറയാറുണ്ട്, ഞാൻ ഒഴികെ ബാക്കി എല്ലാവരും അബ്നോർമലാണെന്ന്. ഞാൻ എന്തായാലും അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ മഞ്ഞപ്പിത്തം ആർക്കും ബാധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, ഞാനിപ്പോൾ എല്ലാ ചാനലുകളും മറിച്ച് നോക്കിയായിരുന്നു, ഒരു ചാനലിൽ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ എം ജിയുടെ ഇന്നത്തെ പരാമർശവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഒരു ചാനലിൽ പോലും CPM-ന്റെ പാനലിസ്റ്റുകൾ കാണുന്നില്ല. താങ്കൾ CPM-ന്റെ പാനലിസ്റ്റുകളെ ക്ഷണിച്ചിരുന്നോ? അവർ വരാത്തതാണോ, അതോ പാനലിസ്റ്റുകളെ കിട്ടാത്തത് കൊണ്ടാണോ? രാഹുൽ വിഷയത്തിൽ നിരീക്ഷകൻ എന്ന നിലയിൽ രാഹുൽ വിഷയത്തിൽ ഇനി അതുകളെ വിടുന്നവരെ CPM ആലോചിക്കുകയാണ്. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇനി, അല്ലെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇനി പ്രതികളെ വിടുന്നവരെ CPM ആലോചിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നീട് ഒരു അപ്ഡേഷൻ ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ അഡ്വക്കേറ്റ് PA പ്രജിയെ വിളിച്ചത്. പ്രജി സുഹൃത്താണ്, നല്ല രീതിയിൽ ഇടതുപക്ഷ രാഷ്ട്രീയം പറയുന്ന ആളുമാണ്. എന്നാൽ അങ്ങനെയല്ല. ഞാൻ ഇതിന് തൊട്ട് മുമ്പ് 7 മണിക്കുള്ള ചർച്ചയിൽ മനോരമ ചാനൽ തന്നെ MD വിഷയം എക്സ്ക്ലൂസീവായി എടുത്ത് ചർച്ച ചെയ്തപ്പോൾ പോലും അവിടെയും വന്നില്ല. ഇപ്പം മറ്റൊരു ചാനലിൽ ഇതേ വിഷയം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, MD വിഷയം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, അവിടെയും ഇല്ല. അപ്പോൾ ഇത് ആർക്കെതിരെയാണ് എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിക്കോ ആ വേദിയിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമോനെയും ഉൾപ്പെടെ ഇരുത്തിക്കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്, ഇത് എന്നെ തന്നെയാണ്, ഇതെന്നെ മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എനിക്കതിൽ വിയോജിപ്പുണ്ട്. മുഖ്യമന്ത്രിയുടെ മരുമകൻ മാത്രമല്ല മുഹമ്മദ് റിയാസ്. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികാലം മുതൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഡിവൈഎഫ്ഐയിലൂടെ വന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അഖിലേന്ത്യാ നേതൃത്വങ്ങളിൽ വന്ന് നല്ല കാമ്പുള്ള രാഷ്ട്രീയം നയിച്ച് നേതാവായ ആളാണ് മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്നത് രാഷ്ട്രീയ ശരിയല്ല. ജ്യോതികുമാർ ചാമക്കാല, ഞാൻ താങ്കളെ കാണുന്നത് ഒരു ജേർണലിസ്റ്റായിട്ട് മാത്രമല്ല, എൻ്റെ ഒരു സുഹൃത്തായിട്ട് കൂടിയാണ്. താങ്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇല്ല. പക്ഷേ എന്നെ ജേർണലിസ്റ്റായിട്ട് ആദ്യം കാണും. ഇവിടെ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മരുമകൻ അല്ല എന്ന് പറയാൻ കഴിയുമോ? അല്ല, പക്ഷേ ജേർണലിസ്റ്റായിട്ട് ആദ്യം കാണും. ജേർണലിസ്റ്റിലൂടെയാണ് ഞാൻ താങ്കളുമായി പരിചയമുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ താങ്കളുമായി സുഹൃത്തല്ല എന്ന് പറയാൻ കഴിയില്ലോ. ഞാൻ ഉപയോഗിച്ച വാക്കിൽ എന്തെങ്കിലും മോശമുണ്ടോ? അങ്ങനെ ഒരു ബന്ധമില്ലേ? ഒരു ബാഡ് ടേസ്റ്റ് ഉണ്ട്, അത് പറഞ്ഞോളൂ. ഏതായാലും പോട്ടെ, ചർച്ചകളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. ആയിക്കോട്ടെ, ഏതായാലും ആയിക്കോട്ടെ. അവിടെ അതൊക്കെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പ്രത്യേകം പറയാം. ഇവിടെ ഇപ്പോൾ നോക്കൂ, ഇവിടെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിയെ നോക്കി പറഞ്ഞില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞില്ലെന്നാണ് പ്രജിൻ പറയുന്ന മറ്റൊരു ആരോപണം. MD നോക്കൂ, ആറ്റിക്കുറുക്കി കൊണ്ടുവന്ന് എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന പ്രസംഗമാണ്. അദ്ദേഹം കണക്ക് കൂട്ടി തന്നെയാണ് അടിക്കാൻ വന്നിരുന്നത്. കൃത്യമായ അടിയാണ് കൊടുത്തത്. അത് മുഖത്താണ് അടിച്ചിട്ടുള്ളത്, മുഖമടച്ച് അടിച്ചിരിക്കുകയാണ്. എന്നിട്ടും അദ്ദേഹം മുഖ്യമന്ത്രിയോട് പറഞ്ഞില്ല, മിസ്റ്റർ പിണറായി എന്ന് പറഞ്ഞില്ല എന്നുള്ളത് അത് അദ്ദേഹത്തിന്റെ മര്യാദ എന്ന് മാത്രം കണക്കാക്കിയാൽ മതി. ഇനി ഇതൊരു നാഷണൽ പെർസ്പെക്റ്റീവിലാണെങ്കിൽ ആയിക്കോട്ടെ, അത് നല്ല കാര്യം, അതും യഥാർത്ഥത്തിൽ നിലവിലുള്ളത് തന്നെയാണ്, സംശയിക്കുന്നില്ല. പക്ഷേ ഇവിടെ കേരളത്തിന്റെ പെർസ്പെക്റ്റീവിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഇപ്പോൾ EP ജയരാജൻ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. EP ജയരാജൻ എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നു, ഇത് ദേശീയ തലത്തിലുള്ള കാര്യമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്നത്തെ ഏറ്റവും നല്ല ട്രോൾ അത് EP ജയരാജന്റെ വകയാണ്. അദ്ദേഹം പറയുന്നു, ശ്രീനാരായണ ഗുരുവിനെ പോലെ, മന്നത്ത് പത്മനാഭനെ പോലെ, R ശങ്കറിനെ പോലെ നമുക്ക് പിണറായി വിജയനെയും ആരാധിക്കാം എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇത് അദ്ദേഹം ട്രോളുകയാണ് നമ്മുടെ മുഖ്യമന്ത്രിയെ. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ട്രോളുകയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നോക്കൂ, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇത് പറയുന്നത്. ഏതർത്ഥത്തിലാണ്? ഈ കഴിഞ്ഞ കുറെ നാളുകളായി നടന്നു വരുന്ന ഇവർ മത്സരിക്കുകയാണ്. ഹാഷ്മി ഒന്ന് നോക്കൂ, ഇവരെന്തിനാ മത്സരിക്കുന്നത്? CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ ആരാണ് ഏറ്റവും കൂടുതൽ പുകഴ്ത്തുന്നത് എന്ന കാര്യത്തിൽ അവർ തമ്മിൽ മത്സരമാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ കടന്നു പറഞ്ഞു കഴിഞ്ഞു, അദ്ദേഹം സൂര്യന് തുല്യനാണ്, അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോകുമെന്ന്. ഞാൻ എന്ത് പറയാൻ അതിനപ്പുറത്തേക്ക്? ഒരു മന്ത്രി പറയുന്നു, അത് ആരാണ്? സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ ഒരു മന്ത്രി പറയുന്നു, അദ്ദേഹം ദൈവം നൽകിയ വരദാനമാണ് കേരളത്തിനെന്ന്. ദൈവത്തിലൊക്കെ എന്തൊരു വിശ്വാസമാണ്. ദൈവം നൽകിയ വരദാനമാണ് കേരളത്തിന് പിണറായി വിജയൻ. മറ്റൊരാൾ പറയുന്നു, മുഖ്യമന്ത്രിയോട് എല്ലാവർക്കും അസൂയയാണെന്ന് പറയുന്നു. ദൈവം തന്നെ വരദാനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടി, വേറെ വകുപ്പിടെ കൊടുത്തു. മറ്റൊരാൾ പറയുന്നു, എല്ലാവർക്കും അദ്ദേഹത്തോട് അസൂയയാണെന്ന് പറയുന്നു. EP ജയരാജൻ പറയുന്നു, എല്ലാ ദിവസവും പൂവിട്ട് പൂജിക്കേണ്ട അല്ലെങ്കിൽ പടം വെച്ച് ആരാധിക്കേണ്ട വ്യക്തിയാണ്, എല്ലായിടവും പടം വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഇനി സെക്രട്ടേറിയറ്റിലും നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ഒക്കെ പടം വെക്കുന്നത് പോലെ സെക്രട്ടേറിയറ്റിലും പിന്നെ AK സെന്ററിലും ഒക്കെ ഇദ്ദേഹത്തിന്റെ പടം ഇപ്പോൾ തന്നെ വെക്കുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇവർ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഇത്തരത്തിലൊരു മുഖ്യമന്ത്രിയെ ഇവർ ഇങ്ങനെ പിന്നെ എന്താ പറയുന്നത് പിന്നെ സ്തുതിഗീതങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ജനാധിപത്യം മാറി രാജഭരണമായ മാറിയ പ്രതീതിയാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. ജനാധിപത്യം മാറി രാജഭരണം നിലവിൽ വന്ന സ്ഥിതിയാണ് സംസ്ഥാനത്തുള്ളത്. ഇടതുപക്ഷത്തിന്റെ വിപ്ലവ മുദ്രാവാക്യങ്ങൾ മാറി സ്തുതിഗീതങ്ങൾ മാത്രമുള്ള രാജ്യത്തു കൂടിയാണ് കടന്നു പോകുന്നത്. ഇവിടെ ആരെങ്കിലും പാട്ടെഴുതി ആരെങ്കിലും സിനിമയുണ്ടാക്കി അതല്ല EP ജയരാജൻ പറയേണ്ടത്. അതൊക്കെ ആയിക്കോട്ടെ, അത് നിങ്ങൾ സ്പോൺസർഡ് ആണെന്നുള്ള വേറൊരു വിഷയം. അതിനപ്പുറത്തേക്ക് ഇവിടെ ഇത്തരത്തിൽ സ്തുതിഗീതങ്ങൾ പാടുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവരാണ്. CPM-ലാണ് ഇതെന്ന കാര്യം മറക്കരുത്. അവിടെയാണ് MG ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് EMSന്റെ കാലത്ത് ഇത്തരത്തിലുള്ള വാഴ്ത്തുപാട്ടുകൾ ഉണ്ടായിരുന്നില്ല എന്ന്. പ്രസക്തമല്ലേ? പിന്നെ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഈ കോണ്ടെക്സ്റ്റിൽ വേണം നമ്മൾ ഈ അദ്ദേഹത്തിന്റെ വാചകങ്ങളെ നമ്മൾ കണക്കാക്കാൻ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റൊരു വാചകം, ഞാൻ അദ്ദേഹത്തിന്റെ വാചകങ്ങൾ അതുപോലെ കോട്ട് ചെയ്യാവുന്ന 2 വാചകങ്ങൾ. അധികാരം എന്നാൽ ആധിപത്യമെന്നോ സർവാധിപത്യമെന്നോ ആയി മാറിയിരിക്കുന്നു. രണ്ടാമത്തേത്, അധികാരമെന്നാൽ ജനസേവനത്തിനുള്ള അവസരമെന്ന സിദ്ധാന്തത്തെ കുഴിച്ചുമൂടിയിരിക്കുന്നു. വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാവലി ആൾക്കൂട്ടമായിരുന്നു. ഈ ആൾക്കൂട്ടത്തെ എളുപ്പം ക്ഷോഭിപ്പിക്കാം, ഈ ആൾക്കൂട്ടത്തെ ആരാധകരാക്കാം, ഇവരെ പടയാളികളുമാക്കാം. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ഭരണാധികാരി എറിഞ്ഞു കൊടുക്കുന്ന ഔദാര്യങ്ങളല്ല സ്വാതന്ത്ര്യം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ ഈ കഴിഞ്ഞ കുറെ നാളുകളായി നടന്നു വരുന്ന സംഭവത്തിന്റെ തുടർച്ചയായി പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ സംസ്ഥാന സർക്കാരിനെയാണ്, പിണറായി വിജയനെയാണ്. അങ്ങനെ പിണറായി വിജയനെ പറയുമ്പോൾ ഇതൊന്നും ഞങ്ങൾക്കല്ല, ഇവർ നന്നാവില്ലെന്നേ, ഇവർ നന്നാവാൻ ലക്ഷണവുമില്ല, നന്നാവാൻ ഉദ്ദേശവുമില്ല, ഇത് ഞങ്ങളെ അല്ല എന്ന് ഒരു ഉളുപ്പുമില്ലാതെ EP ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗം LDFന്റെ കൺവീനർ വന്ന് ഉച്ചത്തിൽ പ്രഭാഷണം നടത്തിയത് ഞങ്ങളെ അല്ല എന്ന്. പിന്നെ ആരെയാണ് സഖാവേ, ആരെയാണ് ഈ പറയുന്നത്? ശരി, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുഖത്തടിച്ചതുപോലെ നമ്മൾ എല്ലാവരും നോക്കൂ, സാധാരണക്കാരിൽ തുടങ്ങി ഈ സംസ്ഥാനത്തെ നമ്മൾ ഏറെ ആരാധിക്കുന്ന മലയാളികൾ എവിടെയുണ്ടോ ആ മലയാളികൾ മുഴുവൻ ആരാധിക്കുന്ന MG പോലും ഇത്തരത്തിൽ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വരേണ്ട സാഹചര്യം ഉണ്ടായെങ്കിൽ നിങ്ങൾ അതൊന്ന് കണ്ട് പഠിക്ക്. ക്രിയേറ്റീവായി കാണുമോ? അദ്ദേഹത്തെ ചാപ്പി അടിക്കാതെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിഷ്പക്ഷത ചോദ്യം ചെയ്യാതെ ക്രിയേറ്റീവായി കാണുമോ എന്നെ ചോദ്യം അതുകൊണ്ടായിരുന്നു.